ദേവീ ശരണം അമ്മേ മൂകാംബിക മാതാക്കീ ശരണം. കെൽപ്പില്ലാതെ ചമഞ്ഞുമേ വിധിവശാൽ കായം പരം ദീനമായി മുൽപ്പാടെങ്ങുമിതേ വിധം തരിശായി തീർന്നീലയൻ മാനസം. മേൽപോട്ടങ്ങുഗമിക്കയാം മഹിതമാമീ ദേഹി നിൻ തൃപ്പതേ നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 12-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടിരിക്കണു. മനഃശുദ്ധിയെപ്പറ്റി, ചിത്തശുദ്ധിയെപ്പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ടുവരുന്ന വേദവ്യാസൻ വേദാഭ്യാസങ്ങളെ കൊണ്ടോ ശാസ്ത്രങ്ങളെ കൊണ്ടോ വ്രതങ്ങളെ കൊണ്ടോ തപസ്സുകളെ കൊണ്ടോ യജ്ഞങ്ങളെ കൊണ്ടോ ദാനങ്ങളെ കൊണ്ടോ അല്ല ചിത്തശുദ്ധി ഉണ്ടാവുന്നത്. അതിന് സത്സംഗം തന്നെയാണ് വേണ്ടത് എന്ന് പറയുന്ന ഭാഗങ്ങളെയാണ് നാം അവലോകനം ചെയ്തു കൊണ്ടുവന്നത്. അതിനുദാഹരണമായിട്ട് അദ്ദേഹം പറയണു, പല വസിഷ്ഠൻ മുതലായിട്ടുള്ള ഋഷികൾക്ക് പോലും, വിശ്വാമിത്രൻ പോലെയുള്ള ഋഷികൾക്ക് പോലും ആ ചിത്തശുദ്ധി വേണ്ടുവോളം ഉണ്ടായിരുന്നില്ല. അവരും പലപ്പോഴും ക്രോധരായി ഭവിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ക്രോധിച്ച വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിൽ പരസ്പരം ശപിച്ച കഥയാണ് അവിടെ പറഞ്ഞു നിർത്തിയത്. അപ്പോഴാണ് ആ സന്ദർഭോചിതമായിട്ട് മറ്റൊരു കഥയെ പറയാൻ ഉദ്ദേശിച്ച് ഇന്നലെ നിർത്തിയത്. ഈ ഋഷിമാർക്കും ഇത്തരത്തിലുള്ള കാമക്രോധാദികളെല്ലാം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതിനെ കാണിക്കാനായി കൊണ്ടുള്ള ഒരു കഥയാണ്. ശ്രീമദ് ഭാഗവത പുരാണത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഭഗവാന്റെ ലീലകളിൽ ഒന്നാണല്ലോ കാളിയമർദ്ദനം എന്ന് പറഞ്ഞ ലീല. അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കഥയാണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്വയംഭുവ മന്വന്തരത്തിൽ വളരെ യശസ്വിയായിട്ടുള്ള വേദശിരസ് എന്ന ഒരു ഋഷി ഉണ്ടായിരുന്നു. അദ്ദേഹം കാട്ടിൽ ചെന്ന് ഭഗവാനെ തപസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ആ ആശ്രമത്തിൻ്റെ വളരെ അടുത്ത് തന്നെ അശ്വശിരസ് എന്നു പേരുള്ള മറ്റൊരു ഋഷിയും വന്നു എന്നാണ് പറയണത്. അപ്പോൾ ആ ആശ്രമം, ആ പരിസരങ്ങളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇത് നല്ല സ്ഥലമാണ്, ഇവിടെ ഇരുന്ന് താനും ഭഗവാനെ തപസ് ചെയ്യാം, ഭജിക്കാം എന്ന് വിചാരിച്ച ഈ അശ്വശിരസം അതിനടുത്ത് തന്നെ ഒരു ആശ്രമം കെട്ടി ഭഗവാനെ ഭജിക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങി. പക്ഷേ വേദശിരസിന് അതിഷ്ടമായില്ല. തൻ്റെ അടുത്ത് അദ്ദേഹം, ഈ അശ്വശിരസ്, ഒരു ആശ്രമം കെട്ടി തപസ് ചെയ്യുന്നതിൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. ആ വേദശിരസ് അശ്വശിരസിനോട് മറ്റെവിടെയെങ്കിലും ദൂരെ ചെന്ന് ആശ്രമം കെട്ടിക്കൊള്ളു, എൻ്റെ ആശ്രമത്തിൻ്റെ അടുത്തിരുന്ന് അങ്ങ് ആശ്രമം കെട്ടണ്ട എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ വേദശിരസ് പറഞ്ഞത് കേട്ടപ്പോൾ അശ്വശിരസിന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങെന്താ ഈ പറയുന്നത്? ഈ ഭൂമി, പ്രപഞ്ചം ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, പ്രത്യേകിച്ച് കാട് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഭഗവാന്റെ സ്ഥലമാണ്. എവിടെ ഇരുന്നും ആർക്കും ഭഗവാനെ ഭജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനിപ്പോൾ അങ്ങയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് വേറൊരു ആശ്രമം കെട്ടി ഞാൻ ഭജിക്കണോ എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങേക്കിപ്പോൾ എന്താ വിഷമിക്കാനുള്ളത്? ഞാൻ അങ്ങയെ ശല്യം ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങയുടെ തപസ്സിനെ ഭംഗം വരുത്തുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങയുടെ ആശ്രമത്തിലിരുന്ന് അങ്ങ് ഭഗവാനെ ഭജിച്ചോളൂ, ഞാൻ എൻ്റെ ആശ്രമത്തിലിരുന്ന് ഞാൻ ഭഗവാനെ ഭജിച്ചോളാം. ഈ കാടെല്ലാവർക്കും സ്വന്തമാണല്ലോ, ഭഗവാന്റെ സ്ഥലമാണല്ലോ. അതിൽ അങ്ങയുടെ ആശ്രമത്തിനടുത്ത് എൻ്റെ ആശ്രമം പാടില്ല എന്നൊക്കെ പറയുന്ന സ്വാർത്ഥ ചിന്തകൾ, അതൊന്നും പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അശ്വശിരസ കുറെ ഗുണദോഷിച്ചു. പറഞ്ഞു, നമുക്ക് മുമ്പും ഈ കാട്ടിലൊക്കെ എത്രയോ ഋഷികൾ വന്ന് ഇവിടെയൊക്കെ ഇരുന്ന് തപസ് ചെയ്ത് പോയിട്ടുള്ള സ്ഥലമായിരിക്കാം. അപ്പം അതുകൊണ്ട് എൻ്റേത് എന്നുള്ളതില്ലല്ലോ, ഇവിടെയെല്ലാം ഭഗവാന്റേതല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ തത്വചിന്തകളൊന്നും ഈ വേദശിരസ് കേൾക്കാൻ തയ്യാറായില്ല. രണ്ടുപേരും തമ്മിൽ
അദ്ദേഹം പാടില്ല, ഞാൻ ഇവിടെ തന്നെ ആശ്രമം കെട്ടിയിരിക്കുന്ന അശ്വശിരസ് എന്തിനു പറയണു? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമായപ്പോഴ് ഈ അശ്വശിരസിന് കോപം വന്നു എന്നാ പറയണത്. പറഞ്ഞു, വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഇങ്ങനെ ക്ഷിപ്രകോപിയായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടത് ഒട്ടും ശരിയായില്ല. അങ്ങയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് വേറൊരാളും ആശ്രമം കെട്ടരുത്, കാട്ടിൽ വേറൊരാളും വസിക്കരുത് എന്നൊക്കെ പറയുന്നത് സ്വാർത്ഥബുദ്ധിയാണ്. ഈ ക്രോധം അങ്ങ് എന്തു ചെയ്തിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്ന അശ്വശിരസ് ഈ വേദശിരസിനെ ശപിച്ചു അത്രേ. എന്താ ശാപം കൊടുത്തതെന്ന് പറഞ്ഞാൽ, ഗരുഡനെ ഭയപ്പെടുന്ന ഒരു പാമ്പായിട്ട് അങ്ങ് ജനിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ അശ്വശിരസ് വേദശിരസിനെ ശപിച്ചത്. തന്നെ ഇപ്രകാരം അശ്വശിരസ് ശപിച്ചത് കേട്ട വേദശിരസിന് ക്രോധമുണ്ടായി. വേദശിരസ് അദ്ദേഹത്തിനും തപശക്തിയുണ്ട്. ഇത്ര വലിയ ഒരു ശാപം തന്ന നീ മഹാദുഷ്ടനാണ്, അതുകൊണ്ട് നീ കാക്കയായി ജനിക്കുക എന്ന് പറഞ്ഞ് വേദശിരസ് ഈ അശ്വശിരസിനും പ്രതിശാപം കൊടുത്തു. ഇപ്പം എന്തുണ്ടായി? രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ചു. ഒരാളെ മറ്റേയാളെ ഘോര സർപ്പമാവാനായിട്ട് പാമ്പായിട്ട് മണ്ണിൽ ജനിക്കാൻ ശപിച്ചപ്പോഴേ മറ്റേയാള് കാക്കയായിട്ട് ജപിക്കാൻ ശപിച്ചു. രണ്ടുപേരും ശപിച്ചു. ക്രോധം വന്നാൽ അങ്ങനെയാണല്ലോ, നമുക്ക് ബുദ്ധി ഉണ്ടാവില്ല. ആ സമയത്ത് ബുദ്ധിയൊന്നും നമ്മളുടെ വശത്താവില്ല. അത് അതിൻ്റെ വഴിക്ക് തോന്നിയത് മാതിരിയാണ് അത് പ്രവർത്തിക്കുക. അതാണ് ഇവിടെ സംഭവിച്ചത്. രണ്ടുപേരും ക്രുദ്ധന്മാരായി, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തപശക്തി ഉപയോഗിച്ചു ശപിച്ചു. പക്ഷേ ശപിച്ചു, അതോടുകൂടി തന്നെ ക്രോധം പതുക്കെ കുറഞ്ഞു. രണ്ടുപേരും ചിന്തയിലാണ്ടു. ഒരാളെ എനിക്കിതാ സർപ്പമായിട്ട് ജനിക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തയിലായി വേദശിരസ്, എനിക്ക് കാക്കയായിട്ട് ജനിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്തയിലായി അശ്വശിരസ്. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അതിനെല്ലാം കാരണം അവർക്കുണ്ടായ കോപമാണ് എന്നവർക്ക് മനസ്സിലായത്. രണ്ടുപേർക്കും ക്രോധം ശമിച്ചപ്പോൾ പരസ്പരം ചെയ്ത ശാപത്തിൽ പശ്ചാത്തപിച്ചു രണ്ടുപേരും. പക്ഷെ എന്തു ചെയ്യാൻ പറ്റും? ശപിച്ച ശാപം തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? രണ്ടുപേരും കൂടി തീരുമാനിച്ചു മഹാവിഷ്ണുവിനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന്. രണ്ടുപേരും അവിടെ ഇരുന്ന് മഹാവിഷ്ണുവിനെ ഭജിച്ചു എന്നാണ് പറയണത്. അങ്ങനെ അവരിൽ ദയാലുവായിട്ടുള്ള ഭഗവാൻ അവർക്ക് പ്രത്യക്ഷമായി ദർശനം കൊടുത്തു. അവരെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അറിയാതെ കണ്ട് ക്രോധവശാൽ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ ശപിച്ചിരിക്കണു, എന്താപ്പ ചെയ്യുക? എന്തെങ്കിലും ഒരു പ്രതിവിധി അവിടെ നിന്ന് തന്നെ പറയണമെന്ന് ഭഗവാന്റെ കാല് പിടിച്ചു. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ മഹാതപസ്വികളാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത ക്രോധം വരരുത്. അതുകൊണ്ടുണ്ടായ ഫലമാണ് ഇപ്പം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. തപസ്വികളായിട്ടുള്ള നിങ്ങളുടെ ശാപം വിഫലമാകില്ല, വെറുതെ പോവില്ല. അതുകൊണ്ട് ആ ശാപം നടക്കുക തന്നെ ചെയ്യും. എങ്കിലും രണ്ടുപേരും എന്നെ ഭജിച്ചത് കാരണം കൊണ്ടും നിങ്ങളിൽ സന്തുഷ്ടരായതുകൊണ്ടും ഞാനൊരു അനുഗ്രഹം ചെയ്യാം. എന്താന്ന് പറഞ്ഞാൽ, വേദശിരസിനോട് പറഞ്ഞു, ദ്വാപരയുഗത്തിൽ ഞാൻ അവതാരമെടുക്കുന്ന സമയത്ത് സർപ്പമായിട്ടുള്ള അങ്ങയുടെ ശിരസിൽ എൻ്റെ പാദം വെച്ചുകൊണ്ട് ഞാൻ അങ്ങയെ അനുഗ്രഹിക്കാം. അതോടുകൂടി അങ്ങയ്ക്ക് ഗരുഡഭയത്തിൽ നിന്നും മുക്തനായിത്തീരും അങ്ങ് എന്ന് പറഞ്ഞ് ആ വേദശിരസിനെ അനുഗ്രഹിച്ചു. ആ വേദശിരസാണത്രേ പിന്നീട് ഭൂമിയിൽ കാളിയൻ എന്ന് പറഞ്ഞ ഘോരസർപ്പമായിട്ട് വന്ന് ജനിച്ചത് എന്നും ആ കാളിയ നർത്തന സമയത്ത് താൻ അനുഗ്രഹിച്ചതുമാതിരി ദ്വാപരയുഗത്തിൽ അവതാരമെടുത്ത ഭഗവാൻ തൻ്റെ പാദങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ച് ആ ഗരുഡഭയം പൊക്കി ശാപമോക്ഷം കൊടുത്തു എന്നുമുള്ള കഥ. അശ്വശിരസിനോട് പറഞ്ഞു, അങ്ങ് കാക്കയായി ജനിച്ചാലും പൂർവ്വജന്മ സ്മരണ കൊണ്ട് അങ്ങ് മഹാജ്ഞാനിയായി തീരും എന്ന് അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു. അങ്ങനെ ശാപഗ്രസ്തനായി കാക്കയായി ജനിച്ച അശ്വശിരസാണ് ഭൂഷുണ്ഡൻ
എന്ന കാക്കയായിട്ട് ജനിച്ചത് അനിലപർവ്വതത്തിൽ അനിലപർവ്വതത്തിൽ വസിച്ചു വന്ന ഈ കാക്കയായിട്ട് ജനിച്ച ഈ ഭൂഷുണ്ഡൻ ആണ് പിന്നീട് ഗരുഡന് രാമായണം ഉപദേശിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കഥ അവിടെ പറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം ഈ കഥ എന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സന്ദർഭോചിതമായിട്ട് പറഞ്ഞതാണ്. ഋഷികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ക്രോധങ്ങളൊക്കെ അവരിലും ഉണ്ടായിരുന്നു. ആ ക്രോധങ്ങൾ പരസ്പരം അവർക്ക് തന്നെ വിനാശത്തിനെ വഴിയാക്കി തീർത്തു എന്നുള്ളതിനെ കാണിക്കാൻ പറഞ്ഞതാണ്. എന്തായാലും നമുക്ക് കഥകളെ ദേവീഭാഗവതം തുടർന്നു കൊണ്ടുപോകാം. ഇന്നെല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. മഹാദേവ്യൈ നമഃ.